ഹലോ, ഞങ്ങളിന്ന് ഫെർൺ ഹിൽ എന്ന് പറഞ്ഞ ഗാർഡൻ സെൻറ്ററിലാണ് പോയത്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. ഒരു ദിവസത്തിൽ ഒരു 3-4 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ് അയർലൻഡിൽ. അത്ലോണിലാണ് ഇത് ഉള്ളത്. ഇവിടെ ഒരു ഗാർഡനിൽ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. നമ്മളെ പൂക്കൾ ഇത് കാണുകയും ചെയ്യാം, വാങ്ങണമെങ്കിൽ വാങ്ങുകയും ചെയ്യാം. നല്ല ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പൂക്കളുണ്ട്. ഇത് കുറേയൊക്കെ ഷോർട്ടായിട്ടുള്ള ലൈഫ് സ്പാൻ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ കാര്യം അറിയാമല്ലോ. ഈ വിൻ്റർ ടൈമിൽ അധികം പൂക്കൾ നിൽക്കില്ല. ആകെ ഉള്ളത് സ്പ്രിങ് സീസണിൽ കുറച്ച് ഒരു മാസം ഇല്ലെങ്കിൽ ചില പൂക്കൾ സമ്മർ മാസങ്ങളിൽ നിൽക്കും. ഏതായാലും ഇവിടെ പല വെറൈറ്റി ആയിട്ടുള്ള പൂക്കളുണ്ട്. പിന്നെ അതുപോലെ തന്നെ വിൻ്റർ മാസത്തിലും സമ്മർ മാസത്തിലുമൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന പൂക്കളുമുണ്ട്. ഏതായാലും ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പൂക്കളുണ്ട്. റോസാപ്പൂക്കൾ തന്നെ പല വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അങ്ങനെ പൂക്കളും കാര്യങ്ങളൊക്കെ കണ്ട് ഇതിൽ നിന്ന് 1-2 സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ച് അതിന് ശേഷം ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് തന്നെ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ഉണ്ട്. അതെന്ന് പറയുന്നത് ഒരുപാട് ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് ഇവിടെ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് പൂക്കളും പിന്നെ പ്ലേറ്റ്സ്, ഈവൻ ക്ലോത്ത്സ് ഉണ്ട്, പേഴ്സസ് ഉണ്ട്, ലേഡീസിന് ആവശ്യമായിട്ടുള്ള പേഴ്സസ്, പിന്നെ സെൻറ്റഡ് ആയിട്ടുള്ള ക്യാൻഡിൽസ്, അങ്ങനെ വേണ്ട സകലമാന സാധനങ്ങളും ഇവിടെ ഉണ്ട്. അത് വേറൊരു ഏരിയ ആണ്, പക്ഷേ സെയിം സ്പോട്ടിൽ തന്നെയാണ്. വീടിൻ്റെ അകം ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. ഇതൊക്കെ അത്രയും നല്ല രീതിയിൽ അവർ ഡെക്കറേറ്റ് ചെയ്തേക്കുന്ന പോലും നല്ല രീതിയാണ്. സാധാരണ ഞങ്ങളെല്ലാ ക്രിസ്മസിനും ഇവിടെ വരാറുണ്ട്. കാരണം ഇവർ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യുക, ജസ്റ്റ് കാണുക, അതിൻ്റെ ഫ്രണ്ടിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസമാണ്. ഏതായാലും ഇതെല്ലാം ഈ കാണുന്നതെല്ലാം പ്ലാസ്റ്റിക് പൂക്കളാണ് കേട്ടോ. അത്യാവശ്യം നല്ല വിലയാണ്. ഈവൻ നമ്മൾ ഗാർഡനിൽ വയ്ക്കുന്ന പൂക്കളാണെങ്കിലും ഈ ഇൻഡോർ വയ്ക്കുന്ന പൂക്കളാണെങ്കിലും ഇതിനെല്ലാം അത്യാവശ്യം നല്ല പൈസയാണ്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഫുഡ് കോർട്ടും ഉണ്ട്. ഐറിഷ് ഫുഡുണ്ട്. ഇന്ത്യൻ ഫുഡ് എന്ന് പറയുന്നത് ചിക്കൻ കറിയും റൈസൊക്കെ കിട്ടും. പക്ഷേ നമ്മൾ ഇന്ത്യൻ ടേസ്റ്റൊന്നും അല്ല അതിന്. ഏതായാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ ഫുഡ് കോർട്ടിൽ പോയി ഒരു കോഫിയൊക്കെ കുടിച്ചു. പിന്നെ ഐറിഷ് ഫുഡ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെറിയ രീതിയിലൊരു ഐറിഷ് ഫുഡൊക്കെ ട്രൈ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് സ്ഥലം വിട്ടു. ഓക്കെ എങ്കിൽ ബൈ. വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.